വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കരുവന്നൂർ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കരുവന്നൂർ ബാങ്ക് അവിടെ നടത്തിയിട്ടുള്ള തെറ്റായ പ്രവണതകൾ, അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനങ്ങൾ, അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടി എടുത്ത സമീപനങ്ങളെല്ലാം ഇപ്പോഴും കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ഇന്നത്തെ പരിസ്ഥിതിയിൽ ആ ബാങ്കിനെ ഗവൺമെൻറ് സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ടേക്ക് നയിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വഴികളിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നീങ്ങിയത്. സഹകരണ മേഖലയിലുള്ള ഇത്തരം പോരായ്മകൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കണ്ട് അത്തരം സഹകരണ സംഘങ്ങളെയും പൊതുവെ സഹകരണ പ്രസ്ഥാനത്തെയും സംരക്ഷിച്ചു പോവുക, അത് ഭരിക്കുന്നത് ആര് എന്ന് നോക്കിയിട്ടല്ല, സഹകരണ പ്രസ്ഥാനങ്ങളെ പൊതുവിൽ മുന്നോട്ടേക്ക് നയിക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് CPIM എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ED ഈ കേസുമായിട്ട് കടന്നു വരികയും കേസ് അന്വേഷണം രാഷ്ട്രീയ തലത്തിലേക്ക് നീക്കാൻ, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ബാങ്ക് സംരക്ഷിക്കുകയോ ബാങ്കിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പണം കണ്ടെത്തുകയോ ചെയ്യുക എന്നുള്ളതല്ല. CPIMനെ എങ്ങനെയാണ് കടന്നാക്രമിക്കുക എന്ന അജണ്ട ഉപയോഗപ്പെടുത്തി നിരവധി പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് അന്വേഷണവും അതിൻ്റെ ഭാഗമായ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ നടത്തുകയുണ്ടായി. പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസിനെതിരായി അന്വേഷണത്തോടുള്ള അന്വേഷണം, അതുപോലെ തന്നെ മൊയ്തീൻ MLAക്കെതിരായി അന്വേഷണം, PK ബിജു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് ഹാജരാവണമെന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം, കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ നിലപാട് എന്ന് പറഞ്ഞാൽ പാർട്ടി എന്തോ ഇത്തരം കളവുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് വരുത്താനാണ് ED. അതിന് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുള്ളവരാണ് മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം. എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നില്ല, ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളും അതിന് പൂർണ്ണമായിട്ട് കൂട്ടുനിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന PR അരവിന്ദാക്ഷനെ കേസിൽ പ്രതിയായി കഴിഞ്ഞ 15 മാസം അദ്ദേഹത്തിന് ജാമ്യം പോലും കൊടുക്കാതെ ജയിലിൽ കിടക്കുകയും ഇപ്പോഴേറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി കേസുകൾ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ജയിലിൽ അടച്ച് മതിയായ ഒരു കാരണവും പറയാതെ ED കേസ് തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് പരസ്യമായിട്ട് പറയുന്ന നിലയുണ്ടായി. അത് എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. ഒരു മാധ്യമവും അതിൻ്റെ മേലെ എന്തെങ്കിലും രീതിയിലുള്ള കമൻറ്റ് ഉണ്ടാക്കിയില്ല. ഞാൻ എല്ലാ സമയവും പറയുന്നത് പോലെ നിങ്ങളുടെ വർഗപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന EDയെ സംരക്ഷിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്താൻ ഉപയോഗിച്ച ഒരു പേരും ഒരു കേസുമായിരുന്നു അരവിന്ദാക്ഷൻ്റെയും അതുപോലെ തന്നെ കരുവന്നൂർ കേസ് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം തന്നെ കൊടുത്തു, ഒരു കാര്യമായ കേസായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രചരണമാണ് കേരളത്തിലുടനീളം പാർട്ടിക്കെതിരായി അരവിന്ദാക്ഷൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരവേല. അപ്പോൾ കള്ള പ്രചാരവേല നടത്തുക, സത്യസന്ധമായിട്ട് പിന്നീട് അത് കോടതി തന്നെ അതിൽ അങ്ങനെയുള്ള ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞാൽ ആ കാര്യം തമസ്കരിക്കുക. ഇതാണ് മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ വാർത്തകൾ മാധ്യമങ്ങൾക്ക് തെറ്റായ രീതിയിൽ നൽകുകയും ഒടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MLAമാർ ഉൾപ്പെടെയുള്ളവരെ ഇതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യുന്നു. CPIMൻ്റെ തന്നെ അക്കൗണ്ട് 6ഓളം അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള നിലപാടുകളാണ് ED
യഥാർത്ഥത്തിൽ CPM-നെതിരായി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പെല്ലാം നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പെല്ലാം നടക്കുന്ന ആ സന്ദർഭത്തിൽ എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ അത് കേസാക്കി പിന്നീട് ഗൗരവതരമായിട്ട് ഈ കേസുകളൊന്നും ED പിന്നീട് കൈകാര്യം ചെയ്യുന്നില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ വിമർശനം എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുമ്പോൾ അത് പ്രാദേശിക തലത്തിലുള്ള ഓഫീസാണെങ്കിൽ പോലും പാർട്ടി നിലപാടനുസരിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിലാണ് കേരളത്തിലുടനീളം വസ്തുവും അതുപോലുള്ള കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത്. ഇതാണ് ED വലിയ വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അവിടെ പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഭൂമി വാങ്ങിയപ്പോൾ അതിന് അഴിമതി പണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങളെല്ലാ ലോക്കലിലും ബ്രാഞ്ചിലും ഒക്കെ ഓഫീസുണ്ട്. ഓഫീസെല്ലാം എടുക്കണമെങ്കിൽ എല്ലാം പാർട്ടി DC-യുടെ സെക്രട്ടറി ആരാണോ സെക്രട്ടറിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത്. ഇതെല്ലാം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് യഥാർത്ഥത്തിൽ CPM വിരുദ്ധ പ്രചാരവേലക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. യഥാർത്ഥ രാഷ്ട്രീയ പകപോക്കലാണ് ഇതിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഭാഗമായി നടന്നത് എന്ന് ഇപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ വളരെ ഗൗരവമുള്ള പ്രശ്നമായിരുന്നു ED-യുടെ മുമ്പിലുണ്ടായിരുന്നത് കൊടകര കുഴൽപ്പണ കേസ്. അത് കൈകാര്യം ചെയ്യാനോ ആ കേസ് ശരിയായ രീതിയിൽ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിട്ട് പോലും ആ കേസ് കൈകാര്യം ചെയ്യുന്നതിന് ഒരു നിലപാടും ED സ്വീകരിച്ചിട്ടില്ല. തിരൂർ സതീഷ് എന്ന BJP ഓഫീസ് സെക്രട്ടറി കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിൽ BJPക്കുള്ള ബന്ധം കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷവും ആ കേസന്വേഷണത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ BJPക്ക് മാത്രമല്ല കോൺഗ്രസ് നേതാവായ ഷാഫി പറമ്പിലിനും ഷാഫിയെ പോലുള്ളവർക്കും പങ്കുണ്ടെന്ന് K. സുരേന്ദ്രൻ തന്നെ ആരോപിച്ചു. യാതൊരു കൊണ്ടാട്ടവും കോൺഗ്രസിനില്ല, ED-ക്കുമില്ല. അപ്പോൾ ഷാഫി പറമ്പിലിന് കിട്ടിയിട്ടുള്ള കൊടുത്തു എന്ന് അവർ തന്നെ പറയുന്ന പണത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം ആരും തന്നെ നൽകാൻ തയ്യാറില്ല. കോൺഗ്രസും തയ്യാറില്ല, ഷാഫിയും തയ്യാറില്ല, ED ഏറ്റെടുക്കാനും തയ്യാറില്ല. ഇത്തരം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ED ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ തെറ്റായ വഴികളാണ് CPM-നെതിരായി അവർ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകളൊന്നും പരിശോധിക്കാനോ അവർ തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനോ തയ്യാറില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന രീതിയിലാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്.